വ്യാജരേഖയുണ്ടാക്കിയെന്ന് നിവിൻ പോളിയുടെ ആരോപണം തള്ളി നിർമ്മാതാവ് PS ഷംനാസ്. നിവിൻ പോളിയുടെ ഒപ്പിട്ട് ഒരു രേഖയും ഫിലിം ചേംബറിന് നൽകിയിട്ടില്ല. തർക്കത്തിന് കാരണം ആക്ഷൻ ഹീറോ ബിജു 2ന്റെ അവകാശം നിവിൻ പോളിയുടെ കമ്പനിക്ക് നൽകാനുള്ള നീക്കം എന്നാണ് ഷംനാസ് പറയുന്നത്. സംവിധായകൻ എബ്രിഡ് ഷൈനാണ് ചിത്രത്തിന്റെ അവകാശം തനിക്ക് തന്നത്. നിവിൻ പോളിയുമായി ആകെയുള്ളത് സിനിമയിൽ അഭിനയിക്കാമെന്ന കരാർ മാത്രമാണ്. നിവിൻ പോളിക്കെതിരെയുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഷംനാസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ പടത്തിന്റെ റൈറ്റ്സ് ശരിക്കും ഷിബു തെക്കുംപുറം എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ബിജു 1ന്റെ പ്രൊഡ്യൂസർ. പുള്ളി ഈ സെക്കൻഡ് പാർട്ടിന്റെ എടുക്കാനുള്ള കൺസെന്റ് എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിനാണ് കൊടുക്കുന്നത്. ഫിലിം ചേംബറിൽ എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു ഈ പടം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2024 ഫെബ്രുവരിയിൽ ഈ പടം ഷൂട്ടിന് വേണ്ടി പണം മുടക്കണം എന്ന വ്യവസ്ഥയിൽ എന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിലേക്ക് ചേംബറിൽ എബ്രിഡ് ഷൈന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പേരിലേക്ക് പണം മാറ്റിയാറുണ്ട്. അപ്പൊ അത്തരത്തില് പടം എന്റെ പേരിലേക്ക് മാറ്റാൻ പോളി ജൂനിയറിന്റെയോ നിവിൻ പോളിയുടെയോ ഒരു സമ്മതപത്രത്തിന്റെ ആവശ്യമില്ല. ആ പടം വേണ്ടി വരുന്നത് ഇവര് എല്ലാ ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്കും ഉള്ളതുപോലെ അവർ ഈ പടത്തിൽ സഹകരിക്കുന്നു എന്ന് പറയുന്ന ഒരു ലെറ്റർ മാത്രമാണ് വേണ്ടത്. അത് ഈ പടം ഇതിന് റൈറ്റ്സ് മാറ്റുന്നതുമായി യാതൊരു ബന്ധമില്ല. ഏതെങ്കിലും തരത്തിലുള്ള വ്യാജരേഖ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫിലിം ചേംബർ നേരിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സുരേഷ് വെള്ളിമറ്റം വിശദവിവരങ്ങളുമായി ചേരുന്നു. സുരേഷ്, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ ഒരു രേഖയും നൽകിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. എന്താണ് വിശദവിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. നമ്മൾ പോലീസ് കഥ ആണ് നമ്മൾ ആക്ഷൻ ഹീറോ ബിജു 1 കണ്ടത്. അതിന്റെ തുടർച്ചയാണ് ആക്ഷൻ ഹീറോ ബിജു 2. പക്ഷേ ഈ പോലീസ് കഥ പറയുന്ന സിനിമ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെയായി വീണ്ടും അത് മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും ഷംനാസ് പറയുന്നത്, ഒന്ന്, നിവിൻ പോളിയുടെ പ്രൊഡക്ഷൻ കമ്പനിയും തന്നെ പറ്റിച്ചു, ഇല്ലാത്ത കഥകൾ പറയുന്നു, കള്ളം പറയുന്നു എന്നുള്ളതാണ്. കാരണം പടത്തിന്റെ അവകാശം റൈറ്റ് തനിക്കാണ് തന്നിരുന്നത്. അത് എബ്രിഡ് ഷൈനാണ് തന്നിട്ടുള്ളത്. സംവിധായകനായിട്ടുള്ള എബ്രിഡ് ഷൈനും താനും നിവിൻ പോളിയും ചേർന്നാണ് ഈ പടം നിർമ്മിക്കാൻ ആദ്യം തീരുമാനിക്കുന്നത്. പിന്നീട് എബ്രിഡ് ഷൈൻ സംവിധായകൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ജോലിയും അതോടൊപ്പം തന്നെ നടൻ എന്നുള്ള രീതിയിലുള്ള നിവിൻ പോളിയുടെ പ്രതിഫലവും, ഇത് രണ്ടും മാത്രമാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്. പണം മുടക്കുന്നത് താനാണെന്ന് ഷംനാസ് പറയുന്നുണ്ട്. അത്തരത്തിലാണ് പടം ആരംഭിച്ചത്. കൊൽക്കത്തയിൽ ചിത്രീകരണമൊക്കെ ആരംഭിച്ച് 10-13 ദിവസം കഴിയുമ്പോഴാണ് തർക്കമുണ്ടാക്കുന്നത്. നിവിൻ പോളിയുടെ ഭാഗത്തു നിന്നും നിർമ്മാതാവിനെ മാറ്റണമെന്നുള്ള ആവശ്യം വരുന്നു. അങ്ങനെ പടം മുടങ്ങുന്നു. ആ പടം മുടങ്ങിയതിനു ശേഷം താൻ മുടക്കിയിട്ടുള്ള പണം ഏതാണ്ട് 3 കോടിയോളം രൂപയുണ്ട്. ആ രൂപ തിരിച്ചു കിട്ടണമെന്നുള്ള ആവശ്യമാണ്. അങ്ങനെ പണം തിരിച്ചു കിട്ടുകയാണെങ്കിൽ പണം അവർക്ക് വിട്ടുകൊടുക്കാം, റൈറ്റ് വിട്ടുകൊടുക്കാമെന്നാണ് ഷംനാസ് അറിയിച്ചിരുന്നത്. പക്ഷെ നിവിൻ പോളിയോ അല്ലെങ്കിൽ നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള പോളി ജൂനിയറോ ഇതിന് തയ്യാറായില്ല. പണം നൽകാമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു, രേഖാമൂലം തന്നെ അത് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് പണം നൽകാതെ വന്നപ്പോഴാണ് നിവിൻ പോളിക്കെതിരെ താൻ കോടതിയെ സമീപിച്ചത്. തലയോരപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും നിവിൻ പോളിയുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് കൊച്ചി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തി തനിക്കെതിരെ നിവിൻ പോളി ഒരു പരാതി നൽകിയത്. അത് ഇല്ലാക്കഥയാണ്. നിവിൻ പോളിയുടെ ഒപ്പിട്ട് താൻ എവിടെയും ഒരു രേഖ കൊടുത്തിട്ടില്ല. ഫിലിം ചേംബറിൽ കൊടുത്തു എന്ന് പറയുന്ന രേഖ പടത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. നിവിൻ പോളിയുടെ പേര് എഴുതി ഒപ്പിട്ട ഒരു രേഖയും താൻ എവിടെയും സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന വിശദവിവരങ്ങൾ നൽകിയത് സുരേഷ് വെള്ളിമറ്റമാണ്.